ഡി എസ് റേ ഡി എസ് റേ ഡി എസ് ഇറ എന്നല്ല ഡി എസ് റേ എന്നല്ല. സ്റ്റാറിംഗ് പ്രണവ് മോഹൻലാൽ, ഫ്രം ദി ഡയറക്ടർ ഓഫ് പ്രേമയുഗം, ഭൂതകാലം, റെഡ് റെയിൻ. മതി, ഇത് തന്നെ മതി, ഇത് ധാരാളം മതി. സുരാജ് പറഞ്ഞ പോലെ ഡി എസ് ഇറയുടെ റിലീസ് ട്രെയിലർ, സിനിമയ്ക്ക് പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ടീസർ ഉണ്ടായിരുന്നു, ആദ്യത്തെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഉണ്ടായിരുന്നു. പിന്നെ റിലീസ് ട്രെയിലർ ഇപ്പൊ വന്നിരിക്കുന്നത് അടുത്ത ആഴ്ച സിനിമ റിലീസ് പ്രമാണിച്ച് 31 റിലീസ്. പക്ഷെ ഇതിന്റെ ഒരു ഏർലി പ്രീമിയർ ഷോ ഉണ്ട്. ഞാൻ എന്തായാലും സെക്കൻഡ് ഡേ ആണ് സിനിമ കാണുന്നത്. എനിക്ക് കോളേജൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഞാൻ നവംബർ 1 സിനിമ കാണാം. എന്റെ എന്റെ അഭിപ്രായം റിവ്യൂ അഭിപ്രായം റിവ്യൂ എന്ത് വേണമെങ്കിലും പറയാം. അത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും വരാം. ഈ റിലീസ് ട്രെയിലർ കണ്ടപ്പോ ഉണ്ടല്ലോ ഹൈപ്ഡായി, ശരിക്കും ഹൈപ്ഡായി. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ രാഹുൽ സദാശിവൻ, പ്രണവ് മോഹൻലാൽ, ജിബിൻ ഗോപിനാഥ് ഒരുപാട് സിനിമകളുടെ അഭിനയിച്ച ചെറിയ നടന്നത്, സപ്പോർട്ടിംഗ് റോൾസിലൊക്കെ വന്ന അടിപൊളി ആക്ടർ, ഇൻസ്റ്റോളം നടന്നത് ജിബിൻ ഗോപിനാഥ്, ക്രിസ്റ്റോ സേവ്യർ, അരുൺ അജികുമാർ, കൂടാതെ നമ്മുടെ ലാലേട്ടൻ. എല്ലാവരും പ്രൊഫൈൽ പിക്ചർ മാറ്റി. നമുക്ക് അറിയാം, എല്ലാവരും പ്രൊഫൈൽ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും ഒരു റെഡ് ലൈറ്റിംഗില് അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ഒരു പ്രൊഫൈൽ പിക്കാണ് വെച്ചേക്കുന്നത്. അപ്പൊ ലാലേട്ടൻ വെച്ചേക്കുന്നത് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇനി ലാലേട്ടൻ ഉണ്ടോ അതോ ലാലേട്ടൻ വോയിസ് ഓവറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊരു സംശയം ആ ഒരു സംഭവം കണ്ടപ്പോ തോന്നി. എന്തായാലും പടം പൊളിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഫിംഗേഴ്സ് ക്രോസ്, കാരണം ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. രാഹുൽ സദാശിവനായിട്ട് കുറച്ചൊരു ക്വാളിറ്റി ഉള്ള സിനിമയായിരിക്കും പ്രതീക്ഷയുണ്ട്. ഈ റിലീസ് ട്രെയിലർ കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു, സത്യം പറയാം. ശരിക്കും അതാണല്ലോ സിനിമയുടെ ഉദ്ദേശം, നമ്മൾ പേടിക്കണം. ഈ രാഹുൽ സദാശിവന്റെ സിനിമകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതത്തെ കാണിക്കാതെ തന്നെ ആകെ ഒരു മിന്നായം പോലെ ഒക്കെ നമ്മൾ പ്രേതത്തിനെ കാണുള്ളൂ. പക്ഷെ ഇതിന്റെ ട്രെയിലർ ലാസ്റ്റ് പ്രേതമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നില്ല, നിങ്ങൾ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ ട്രെയിലർ കണ്ടു നോക്കുക. എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണ് പ്രണവ് മോഹൻലാലിന്റെ ഒരു ക്യാരക്ടർ തോന്നുന്നു. പുള്ളിക്ക് പിന്നെ അറിയാലോ, സ്ഥിരം പ്രേതപ്രങ്ങളാണ്. പക്ഷെ ഇതിലും യക്ഷി സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സംശയമുണ്ട്. ഒരു സീനില് പ്രണവോ ആണെന്ന് തോന്നുന്നു, ഒരു വിളക്ക് കത്തി മാച്ച് സ്റ്റിക്ക് കത്തിച്ചിങ്ങനെ വിളക്കിന്റെ അറ്റത്ത് വെക്കുന്നത്. നല്ല ഫ്രെയിംസ്. ഷഹനാ ജലാലിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ലൈറ്റിംഗ് യൂസ് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ലൈറ്റ് ഉണ്ടെന്ന് അറിയണ പോലുമില്ല, അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമാറ്റോഗ്രാഫി. പിന്നെ ക്രിസ്റ്റോഫ് സേവ്യന്റെ ഇതിന്റെ ഡേ ഓഫ് റാത്ത് എന്ന് പറഞ്ഞ ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ട് ക്രിസ്റ്റോഫ് സേവർ ചെയ്തേക്കുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇതിന്റെ ഒരു ഏർലി പ്രീമിയർ നടക്കുന്ന ഒക്ടോബർ 30 അതിന് ടിക്കറ്റ് ഇപ്പോഴേ സോൾഡ് ആയിപ്പോയി. വളരെ സെലക്ടഡ് തിയേറ്റേഴ്സിൽ മാത്രമേ ആ ഒരു പ്രീമിയർ ഷോ നടക്കുന്നുള്ളൂ. രാത്രി 9 മണിക്കാണ് ഷോ. ഞാൻ എന്തായാലും അത് കാണുന്നില്ല, കാരണം എനിക്ക് അറിയാലോ കോളേജ് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അകത്ത് ക്രിസ്റ്റോസ് സേവന്റെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കളർ ഗ്രേഡിങ് എനിക്ക് ഇഷ്ടമായി. ലൈറ്റിംഗ് ഉണ്ടല്ലോ, ഇത്തരം ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു മെയിൻ സംഭവങ്ങളൊന്നാണ് ലൈറ്റിംഗ്. അത് പക്കയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ഇനി ബാക്കി സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ മാക്സിമം സ്പോയിലർ ഒന്നും കാണാതെ പോവാൻ നോക്കട്ടെ. സ്പോയിലേഴ്സ് എന്തായാലും കുറെ ഉണ്ട് ഇപ്പൊ തന്നെ, ഐ മീൻ സിനിമ ഇറങ്ങുമ്പോ തന്നെ. പ്രൈമർ ഷോ കണ്ടിട്ട് ഞാൻ അഭിപ്രായം ഒന്നും നോക്കാതെ. പിന്നെ പറയുകയാണെങ്കിൽ ജിബിൻ ഗോപിനാഥിനെ കുറച്ച് സീൻസിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വലിയ പ്രതീക്ഷ ഈ സിനിമയിൽ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹൈപ്പ് ആകാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല. പക്ഷെ ലാലേട്ടന് പ്രൊഫൈൽ പിക്ക് ലാലേട്ടൻ ചിലപ്പോൾ നറേഷൻ വരെ ചെയ്യേണ്ട സിനിമയ്ക്കകത്ത്. നറേറ്റർ ആയിരിക്കും ലാലേട്ടൻ, അതായത് ത്രൂ ഔട്ട് റോൾ ആയിരിക്കും നറേറ്റർ കൈൻഡ് ഓഫ് റോൾ ആയിരിക്കും ലാലേട്ടന്റെ സിനിമയ്ക്കകത്തുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ പൊളിക്കും ഓൺ നവംബർ 1. ഞാൻ എന്തായാലും നവംബർ 1 സിനിമ കാണുക. 31 സിനിമ ഒഫീഷ്യലി ഹാലോവിൻ വീക്കെൻഡ് പ്രമാണിച്ച് 31 സിനിമ റിലീസ് ചെയ്യുക. അപ്പൊ എന്തായാലും ഡീസ്റയുടെ ട്രെയിലർ കണ്ടു നോക്കാം. ഇറ്റ്സ് അവൈലബിൾ ഓൺ യൂട്യൂബ്. ഓക്കെ,
റിലീസ് അധികം വ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. നൈറ്റ് ഷിഫ്റ്റ് വീഡിയോസ് എന്ന ചാനലിലാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് റേഷ്യോ സിനിമയാണ്. 2.1 എന്ന റേഷ്യോയിലാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 1.9:1 റേഷ്യോയില് ഇപ്പൊ അങ്ങനത്തെ സ്ക്രീനിൽ കാണുമ്പോഴും ചെറിയൊരു സ്ലൈറ്റ് ബ്ലാക്ക് ബോക്സ് ഉണ്ട്. പക്ഷെ ചില ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും എന്നാണ് എന്റെ ഒരു ഇത്. എന്തായാലും നല്ലൊരു അറ്റ്മോസും കൂടെയുള്ള തിയേറ്ററിൽ കൂടി സെലക്ട് ചെയ്ത് കാണാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയായാലും DSLR ട്രെയിലർ കണ്ടിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി താഴെ കമന്റ് ചെയ്യുക. ഓക്കെ ബൈ.